ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾക്ക് കുറച്ച് പ്ലം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അവരുടെ ഗാർഡനിൽ തന്നെ ഉണ്ടാകുന്ന പ്ലം ആണ്. അതിന് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഞാനോർത്ത് ഒരു കേക്ക് ഉണ്ടാക്കാവുന്ന അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. ഇതാണ് ആ പ്ലം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ പ്ലം കേക്കിൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനും കാണണം. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വെറൈറ്റി കേക്കുകളുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് നടുവേ പൊളന്ന് ഇതിനകത്തെ കുരു എടുത്ത് കളയാണ്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് വല്ല പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു 500 ഗ്രാം പ്ലം അത്രയും മതിയോ. അത് നമ്മളെടുക്കുന്ന കേക്കിൻ്റെ ഫോമിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്ന കേക്കിൻ്റെ ഫോമിന് ഒരു പക്ഷേ 400 ഗ്രാം പ്ലം മതിയാവും. അതുകൊണ്ട് ഞാനിപ്പം ഇത്രേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്തെടുത്താൽ മതിയായിരിക്കുമല്ലോ. ഇനി ഞാനിത് നടുവേ ഒന്നുകൂടെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാം ഞാൻ മുറിച്ചെടുത്തു. ഇനി നമുക്കത് ആ പാത്രത്തിലോട്ട് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് അതിനകത്തോട്ട് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കൊരു 1-2 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ചുമ്മാ പിറക്കി തിന്നുകൊണ്ടിരിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇനി നമ്മുടെ കേക്കിന് വേണ്ട സാധനങ്ങൾ ഏതാണെന്ന് നോക്കാം അല്ലേ. അതിനായിട്ട് ഞാൻ നമ്മുടെ പ്ലം എടുത്തു. ഒരു 2 കപ്പ് മൈദ എടുക്കണം. അതുപോലെ 1.5 കപ്പ് പഞ്ചസാര, 150 ഗ്രാം ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണെങ്കിൽ ഏറ്റവും നല്ലത്, 4 മുട്ട, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഒരു ചതുരത്തിലുള്ള ഒരു ഫോമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ഉള്ള ഫോം വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇച്ചിരൂടെ വലിയ ഫോമാണെങ്കിൽ അതും നല്ലതായിരിക്കും. ആദ്യമേ തന്നെ നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ പഞ്ചസാരയും ബട്ടറും കൂടെ ഒരു കിച്ചൺ മെഷീനിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഇങ്ങനത്തെ കിച്ചൺ മെഷീൻ ഉള്ളവർക്കത് യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് സാധാരണ ബീറ്റർ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ല സ്പീഡിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് സമയം, അതായത് 1-2 മിനിറ്റോളം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇച്ചിരി നല്ലതുപോലെ അത് പതഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ എടുക്കണം. ഇനി ഞാൻ അതിനകത്തോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുവാണ്. അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഏതാണ്ട് 2 മിനിറ്റോളം ഞാനിതിപ്പം മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം ഓരോ മുട്ട ഉടച്ച് ചേർത്തുകൊണ്ട് ഇനിയും തുടർന്ന് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഓരോ മുട്ടയും 1/2 മിനിറ്റോളം നമ്മൾ അടിച്ചെടുത്ത ശേഷമാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലപോലെ അടിച്ച് പതപ്പിച്ച ശേഷം നമ്മൾ ആ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഇനി അത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ സ്പീഡ് നമുക്ക് ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നല്ല സ്പീഡിൽ ഒരു 1-1.5 മിനിറ്റോളം ഇതൊന്ന് അടിച്ചെടുത്തു. അങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഇപ്പം നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോം റെഡിയാക്കി എടുത്തുകൊണ്ട് നമുക്കിത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ അതിനകത്തോട്ടൊരു ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ അധികം വന്ന ആ ബേക്കിംഗ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു. അതിനുശേഷം നമുക്ക് ഒരിച്ചിരി ബട്ടർ തൂത്ത് നല്ലതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഓവൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ബാറ്റർ നമ്മുടെ ഈ ഫോമിനകത്തോട്ട് നിരത്തി കൊടുക്കുകയാണ്. ഇത് ഇച്ചിരി ഒരു കുഞ്ഞു ഫോം ആയതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടിക്കിരിക്കും. അങ്ങനെ ഇഷ്ടമുള്ളവർ അതുപോലെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി കുറഞ്ഞ കേക്കാണ് വേണ്ടതെങ്കിൽ ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഒരു ഫോം എടുത്താൽ
അതിനകത്തൂടെ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ് കുറച്ചുകൂടെ വലിപ്പത്തിൽ നമുക്ക് ഈ കേക്ക് കിട്ടും. ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ പ്ലം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 30 മിനിറ്റോളം ഇത് വെച്ച് കൊടുത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഞാനിതൊന്ന് കുത്തി നോക്കുവാണ്. ഇതിലൊന്നും പിടിക്കുന്നില്ല. അപ്പം നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതിന് ഓവനകത്തുനിന്ന് വെളിയിലെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിച്ചിരി ക്രീം ഉണ്ടാക്കുകയാണ്. ഈ കേക്ക് അല്പം ക്രീമും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ക്രീം ബീറ്റ് ചെയ്ത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തോട്ട് ഒരല്പം വാനില ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വാനില ഷുഗറായിട്ട് മേടിക്കാൻ കിട്ടാത്തവർ ഒരു 2 ടീസ്പൂൺ ഷുഗറും ഒരു 2-3 തുള്ളി വാനിലയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ക്രീം ഏതാണ്ട് 3 മിനിറ്റോളം അടിച്ചെടുത്തു. ഇതിപ്പോൾ നല്ലതുപോലെ ക്രീം ആയിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് കമത്തി നോക്കുകയാണ്. നല്ലപോലെ ഫിക്സായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ഇതായെന്നാണ്. അപ്പോൾ ഈ കേക്ക് നല്ല ക്രീമും ഒക്കെ കൂട്ടി എൻജോയ് ചെയ്ത് കഴിച്ചോളൂ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതിന് ലൈക്കും കമൻറ്റും തരണം. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.